അടുത്ത വാർത്തയിലേക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വേണ്ടത്ര സുരക്ഷാ ജീവനക്കാരില്ലാതെ വലഞ്ഞ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം. 400 രോഗികൾക്കായിട്ടുള്ളത് 4 സുരക്ഷാ ജീവനക്കാർ മാത്രം. സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചില്ല എങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ജീവനക്കാരുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം നേഴ്സും അറ്റൻഡറും ആക്രമണത്തിന് ഇരയായിരുന്നു. ഏകദേശം 400ഓളം രോഗികൾ അവിടെ ചികിത്സ തേടുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെ ചികിത്സിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സെക്യൂരിറ്റി സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നിലവിലിപ്പോൾ അവിടെ 4 സെക്യൂരിറ്റികളാണുള്ളത്. 4 സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഓരോ ഷിഫ്റ്റിലും ഓരോരുത്തർ വെച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ഗേറ്റിൽ നിൽക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് ഒരു ജോലി ചെയ്യാൻ അവർക്ക് കഴിയില്ല. അത് 8-ാം തീയതി നമ്മുടെ ഒരു നഴ്സിംഗ് ഓഫീസർക്ക് വനിതാ നഴ്സിംഗ് ഓഫീസർ രോഗിയെ ചികിത്സിക്കുന്നതിന് വേണ്ടി വാർഡിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഗേറ്റ് വലിയ രീതിയിൽ വലിച്ച് സിസ്റ്ററുടെ തലയിലേക്ക് അടിച്ചു. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് സംഘടന നടത്തിയ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് 20 സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി അവർ പലരും പല വഴിക്ക് പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. സിനോജ് തോമസിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സിനോജ്, ഈ 400 രോഗികൾക്ക് 4 ജീവനക്കാർ എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ 100 രോഗികളെങ്കിലും നോക്കണം. അത് ഒട്ടും തൃപ്തികരമായൊരു സംഖ്യയല്ല, അപര്യാപ്തമാണ്. അവിടെ വലിയ പാളിച്ചകളും വീഴ്ചകളും ഉണ്ടാവും എന്നുള്ളത് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ സാധിക്കാത്തത്? എവിടെയാണ് പ്രശ്നം? ഷിഗാസ്, രോഗികൾ മാത്രമല്ല 250ഓളം ജീവനക്കാരും അവിടെയുണ്ട്. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ 700-ലധികം ആളുകളാണ് ആശുപത്രിയിലുള്ളത്. അവർക്ക് വേണ്ടിയാണ് വെറും 4 സുരക്ഷാ ജീവനക്കാർ മാത്രമുള്ളത്. ഇതിനു മുൻപ് പലതവണ വാർത്തകൾ ഇടനേടിയ ഒരു ആശുപത്രി കൂടെയാണ് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം. അവിടെ വന്ന രോഗികളൊക്കെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഒപ്പം തന്നെ ദൃശ്യക്കൊലക്കേസിലെ പ്രതി ചുമര് തുളച്ച് രക്ഷപ്പെട്ടു പോയി 3 മാസം ശേഷമാണ് പോലീസിന് പിടികൂടാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷയിൽ ഉൾപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അവിടെ. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരില്ലാതെ പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു രോഗി അക്രമസക്തനാവുകയും അവിടെയുള്ള ഒരു നേഴ്സിനെയും അറ്റൻഡറെ ആക്രമിക്കുകയും ചെയ്ത് തലയ്ക്ക് ഉൾപ്പെടെ ആ നേഴ്സിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതായത് രാത്രിയിലും പകലും ഒരുപോലെ സുരക്ഷാ ജീവനക്കാർ അവിടെ അത്യാവശ്യമാണ്. ഇതിനു മുൻപും നമ്മൾ പലതവണ വാർത്ത ചെയ്ത ഘട്ടത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തൊക്കെ തന്നെ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. സൈനിക ക്ഷേമ ബോർഡിൽ നിന്നാണ് നിയമനങ്ങൾ നടത്തുന്നത്. പക്ഷേ അധികം ആളുകൾ അവിടെ നിന്ന് വരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ ജോലി കുറച്ച് ദുർഘടമാണ്. കാരണം മാനസികാരോഗ്യമുള്ളവരാണ്. അവിടെ നിയന്ത്രിച്ച് നിർത്തുക കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് കൂടുതൽ ആകർഷകമായി ശമ്പളം നൽകണം, സൈന്യക്ഷേമ ബോർഡിൽ നിന്ന് മാത്രമല്ല പുറമേ നിന്നും ആളുകൾ എടുക്കണമെന്നൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത് നടപ്പായിരുന്നില്ല. ഇന്ന് ഏതായാലും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും ബസന്ത് ബാലാജിയും അമിക്കസ് കുര്യയൊക്കെ തന്നെ ഇന്ന് സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവിടുത്തെ സൗകര്യങ്ങൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ പരിശോധിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ കുറവുണ്ട്. ഒപ്പം തന്നെ അവിടെ രോഗികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ കുറവാണ്. പഴയ ബിൽഡിംഗാണ്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ബിൽഡിംഗാണ്. അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, ചുറ്റുമതിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ തന്നെ ഹൈക്കോടതി മേൽനോട്ടത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സർക്കാർ ഇടപെടേണ്ട നിരവധി വിഷയങ്ങൾ അവിടെയുണ്ട്. ഇനി സുരക്ഷാ ജീവനക്കാർ അടിയന്തരമായി നിയമിച്ചില്ലെങ്കിൽ KGന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് നഴ്സുമാരും അറിയിച്ചിരിക്കുന്നത്. ഷിഗാസ്, ശരി. സിനോജ് തോമസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.